ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു 7 ദിവസമായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ആക്ച്വലി ഞാൻ എന്ന് വീഡിയോ എടുക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു അന്നൊക്കെ ഞാൻ പുറത്തു പോകും. പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് വൈകിട്ട് രാത്രിയൊക്കെ ആയിരിക്കും. അപ്പത്തേനും ഞാൻ ടയേർഡായിട്ടുണ്ടാവും. ലൈക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തായിരിക്കും ഞാൻ പുറത്തു പോകുന്നത്, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വൈകിട്ടാവും. എന്നിട്ട് നെക്സ്റ്റ് ഡേ വീഡിയോ എടുക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടായത്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം അല്ലെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിനെ. ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒറ്റ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ആൻഡ് ഐ വിൽ സജസ്റ്റ് വൺ മോർ പ്രൊഡക്റ്റ്, ബട്ട് ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടതെന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ്. സോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും അറിയാവുന്നൊരു പ്രൊഡക്റ്റാണിത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസ് ആണെങ്കിലും കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ലൈക്ക് സോറി, ഞാൻ മൈക്കിൽ തട്ടി, സൗണ്ട് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചത് ആക്ച്വലി ഫ്രം തമിഴ്നാടുമാണ്. ആ കുട്ടിയാണ് ചോദിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, എൻ്റെ വീഡിയോസ് കാണാൻ മലയാളികൾ മാത്രമല്ല പുറത്തുനിന്നുള്ള കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. സോ ഞാൻ ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്ത് പറയാം, കാരണം അവർക്കും കൂടെ മനസ്സിലാവണമല്ലോ. മലയാളം മനസ്സിലാവും. ഐ തിങ്ക് തമിഴ്നാട് പീപ്പിൾ വിൽ നോ അറ്റ്ലീസ്റ്റ് മലയാളം, റൈറ്റ്? ലൈക്ക് കുറച്ച് മലയാളം അവർക്കും അറിയായിരിക്കും. പക്ഷെ നമുക്ക് മിക്സ് ചെയ്തിട്ട് പറയാം. ഓക്കെ, സോ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. പ്രൊഡക്റ്റ് മറ്റൊന്നല്ല, യെസ്, ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതിന്റെ മുകളിൽ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ കാണും. ഇതിന് 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ലൈക്ക് സെയിം ഒരേ ഷെയ്ഡ് വരെ 2 എണ്ണത്തിൽ ഇരിപ്പുണ്ട്. ഒരെണ്ണം അവിടെ നിന്ന് കാണുന്നില്ല. ഒരെണ്ണം കിട്ടിയത് ഞാൻ എടുത്തോണ്ട് വന്നാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് നൺ അതർ ദാൻ എർത്ത് റിതമിന്റെ ലിപ് ചീക്ക് ടിന്റ്. സോ നിങ്ങൾക്ക് ഇത് ലിപ്സിൽ യൂസ് ചെയ്യാം, ചീക്കിൽ യൂസ് ചെയ്യാം, ആൻഡ് നിങ്ങൾക്ക് ഐ ഷാഡോ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ആക്ച്വലി ഇത് ഞാൻ വാങ്ങിക്കുന്നത് നൈക്കയെന്നാണ് വാങ്ങിക്കുന്നത്. നൈക്കയെന്ന് വാങ്ങിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഇതൊരു 340 ആ ഒരു റേഞ്ചിൽ, ഒരു 400ന്റെ താഴെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും നിങ്ങൾക്കിത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിന് കിട്ടും. ലൈക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. എന്തായാലും നമുക്ക് ഇതിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇതും ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടുപിടിച്ചൊരു പ്രൊഡക്റ്റ് ആണ്. സോ ദിസ് ഈസ് ലൈക്ക് ക്രുവൽറ്റി ഫ്രീ എന്ന് പറയുന്നുണ്ട്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പാരബൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ ഞാനിത് ആക്ച്വലി എൻ്റെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നിങ്ങളിപ്പോൾ ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഗ്ലോ കിട്ടും. ലൈക്ക് ഒരു ഓയിലി ഫീൽ ആണ്, പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ഗ്ലോ കിട്ടും. സോ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ തോന്നാത്ത ദിവസങ്ങളിൽ ഈ സാധനം ഇട്ടിട്ട് ഞാൻ പോവാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ തരുന്നതാണ്. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പിഗ്മെന്റേഷൻ ആണ് ഇത്. ടെക്സ്ചർ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാല് ഓയിൽ ടെക്സ്ചർ. ഓയിൽ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടെക്സ്ചർ. ഓക്കെ, കാണുന്നുണ്ടോ? ഇതാണ് ടെക്സ്ചർ. ഇറ്റ്സ് ലൈക്ക് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്ന ഒരു ടെക്സ്ചറാണ്. ഇത് കണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ബ്ലഷൊക്കെ ആയിട്ട് യൂസ് ചെയ്താലും നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ഇത് ബ്ലെൻഡായി പോകുന്ന ഒരു സംഭവമാണ്. എനിക്കതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണിത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ വാങ്ങിയത് ബർഗൻഡി എന്ന് പറഞ്ഞ ഷെയ്ഡ് എങ്ങാണ്ടാണ്. ഇതൊന്നും എഴുതിയിട്ടില്ല. ഇത് 5 ml പ്രൊഡക്റ്റ് ആണ്. സോ ഇത് നിങ്ങൾക്ക് കുറെ കാലം ലോങ് ലാസ്റ്റ് ചെയ്യും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാനിത് 2ാമത് വാങ്ങിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സംഭവം എടുത്തിട്ട് ഞാൻ എൻ്റെ വണ്ടിയിലിട്ടു. ലൈക്ക് പുറത്ത് പോകാൻ നേരം ഞാൻ ഈ സാധനം എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു വണ്ടിക്കകത്ത്. ലൈക്ക് നമ്മൾ വണ്ടി പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അങ്ങനെ അതിനകത്ത് ഇരുന്നിട്ട് എന്തോ പറ്റിപ്പോയായിരുന്നു. അതിൻ്റെ ടെക്സ്ചർ എന്തോ മാറും, അങ്ങനെ എന്തോ ചെയ്തു കേട്ടോ. സോ ഒരിക്കലും നിങ്ങൾ വെയിലത്ത് കൊണ്ട് വെക്കരുത്, ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറും. അതുകൊണ്ടാണ് ഞാൻ 2ാമത് വാങ്ങിച്ചത്. യെസ്, അപ്പം നമുക്കിത് ഞാൻ ഈ മൈക്കുള്ള കാര്യം മറന്നു പോകുന്നു ഗൈസ്. ഓക്കെ, നമുക്കിത് കുറച്ചും കൂടെ ഡീറ്റെയിൽ. ഇപ്പൊ ശരിയായി തോന്നുന്നു.
ഓക്കെ, അപ്പൊ നമുക്കിത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പം ഒന്നും പ്രത്യേകിച്ച് തൊട്ടിട്ടില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, യൂഷ്വലി ഇടുന്ന സാധനം തന്നെ. അപ്പൊ നമുക്കിത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി ഇത് ഇങ്ങനെ ഫുള്ള് വലിച്ചു വാരി ഇടാറില്ല. മേ ബി 1 or 2 ഡോട്ട്സ് മാത്രമേ ഞാൻ ഇടാറുള്ളത്. ഞാൻ എൻ്റെ എവിടെ കണ്ണാടി കാണുള്ളൂ, ഞാൻ ഇതിലോട്ട് നോക്കി തന്നെ ഇടുന്നു കേട്ടോ. ആൻഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ പ്രൊഡക്റ്റ്. ഇത് ആക്ച്വലി ഇട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്ലോസിനെസ് പോകുന്ന തന്നെ കൂട്ടിക്കുക. ഗ്ലോസിനെസ് പോയാലും ഇതിന്റെ ഈ ടിൻഡില്ലേ, അതിനാണ് ലിപ് ടിൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്ലോസിനെസ് പോകും. ഗ്ലോസിനെസ് വേണ്ടാത്തവർക്ക് ഒരു 1/2 an hour മുന്നേ അല്ലെങ്കിൽ 20 minutes മുന്നേ നിങ്ങൾക്ക് ഈ സംഭവം ഇട്ടിട്ട് തുടച്ചു കളഞ്ഞാലും ഈ ടിൻഡ് അതേപോലെ നിൽക്കും. സോ അതുകൊണ്ട് തന്നെ ഈസി ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൊണ്ടോ ഇതുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല, അതൊരു ബുദ്ധിമുട്ടല്ല. എൻ്റെ കയ്യിൽ ബാക്കി പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ഒരു കവളിലിട്ട് കാണിക്കാം കേട്ടോ. അത്രയും പ്രൊഡക്റ്റ് മാത്രം ഇട്ടിട്ട് എൻ്റെ കവളിരിക്കണോ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. എനിക്കറിയില്ല, ഇതും ഞാൻ എൻ്റെ ഇതിൽ കണ്ടോ ഡിഫറൻസ് കണ്ടോ നിങ്ങള്? ലൈക്ക് ഇത് ആക്ച്വലി ഇങ്ങനെ നമ്മുടെ മുഖമായിട്ട് നല്ല ബ്ലെൻഡായി പോകുന്നൊരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് ഇത്. ആക്ച്വലി നിങ്ങൾ ഇതിൽ നിങ്ങൾ എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. ലൈക്ക് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലഷ് പാലറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും നിങ്ങൾക്ക് 2 എണ്ണം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. സോ അങ്ങനെ വാങ്ങിയതാണ്. നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതും തരും. ഇതിപ്പോൾ ഞാൻ ഒരു കവളിൽ മാത്രമേ ഇട്ടുള്ളൂ, അപ്പുറത്തെ കവളിൽ കൊണ്ട് കാണിക്കും. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഇത്ര ഇങ്ങനെ എടുത്താൽ മതിയായിരിക്കും. നല്ല നല്ല രീതിയിൽ ഇത് ഇതാവും. ഞാൻ കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാറ്. പ്രത്യേകിച്ച് അങ്ങനെ ഇതിന് ബ്രഷോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ കുറച്ച് മൂക്കിലും ഇവിടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? സോ ഇതാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാം അല്ലെങ്കിൽ ലിപ് ടിൻഡ് എന്ന് പറയുന്നത്. ഞാൻ ലിപ് ബാം ഒരു ലിപ് ടിൻഡ് ആയിട്ട് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നത് SPF ഇല്ലാത്തത്, ഓഫ് കോഴ്സ് SPF ഇല്ലാത്തത്. എൻ്റെ ചുണ്ട് ഇടയ്ക്ക് ഡ്രൈ ആവാറുണ്ട്. സോ ഞാൻ നല്ല രീതിയിൽ ലിപ് ബാം അപ്ലൈ ചെയ്യാറുണ്ട്. സോ അതിന് വേണ്ടിയുള്ള ലിപ് മാസ്ക് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സോ അത് ടിൻഡഡ് ആയിട്ടുള്ള സംഭവമേ അല്ല. പിന്നെ ഞാൻ മോർണിംഗിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ SPF ഉള്ള ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ടിൻഡഡ് ലിപ് ബാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ചത് ഇതാണ്. സോ ഇതെനിക്ക് 2 ഉണ്ട് ബെനിഫിറ്റ്. എനിക്ക് ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം, ടിൻഡ് ആയിട്ടും യൂസ് ചെയ്യാം. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. യെസ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പം ഇത്രയും പ്രൈസിൻ്റെ വേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ എന്താ പറയുക, ഡെയിലി യൂസിനൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടെ കാണിച്ചു തരാം. ഞാനത് സ്ഥിരം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ലൈക്ക് അതിന് റിവ്യൂ പറയാൻ ഞാൻ ആരുമല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഓപ്ഷൻ നോക്കണമെങ്കിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും കൂടെ ഞാൻ കാണിച്ചു തരാം എന്തായാലും. മറ്റേ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൈക്കന്ന് മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കളർ എസൻസിന്റെ ഹാർഡ് കോർ എന്ന് പറഞ്ഞിട്ട് ലിപ് ബാം ആണ്. അപ്പൊ എൻ്റെ അടുത്ത് ലിപ് ബാം ആണ് ചോദിച്ചത്. അപ്പൊ എനിക്ക് എൻ്റെ കയ്യിലുള്ള ലിപ് ടിൻറ്റാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇത് കളർ എസൻസിന്റെ ലിപ് ബാം ആണ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റോറിൽ കിട്ടും. ഇതിനകത്ത് പറയുന്നത് ഇതിനകത്ത് ആൽമണ്ട് ഓയിൽ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഫ്രൂട്ടി ലിപ് ബാം ആയിട്ടാണ് ഇവിടുത്തെ പറയുന്നത് കേട്ടോ. ഇത് 04 ബോൾഡ് ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. യെസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ കാര്യം, ഇതിന് നടുക്കില്ലേ, ഇതിന് നടുക്കൊരു ഹാർട്ട് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ലിപ് ബാം ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല മണമാണ് കേട്ടോ, നല്ല മണമുണ്ട്. എന്തായാലും ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
പ്രത്യേകിച്ച് കളറൊന്നുമില്ലേ, ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഭയങ്കര ഷിയർ ആയിട്ടുള്ള കളറാണ്, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ്. യെസ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ടൈറ്റേനിയം ഡയോക്സൈഡ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് അത്ര സജസ്റ്റ് ചെയ്യില്ല. വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കാൻ പറ്റിയൊരു ലിപ് ബാം ആയിട്ട് മാത്രമേ ഞാനിതിനെ പറയുള്ളൂ. പക്ഷെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ സംഭവമാണ്. ഇത് നിങ്ങൾക്ക് കണ്ണുടച്ച് വാങ്ങിക്കാം, കാരണം ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ബാഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നൈക്കയിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് പിമ്പിൾസ് ഉണ്ടാക്കുമോ അങ്ങനെയൊക്കെ. നിങ്ങൾ റൈറ്റ് വേയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും മുഖത്ത് പിമ്പിൾസ് വരും. അപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനിത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഞാൻ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും ബാരിയർ കൊടുത്തിട്ടായിരിക്കും ഞാനിത് അപ്ലൈ ചെയ്യുക. എയ്തർ സൺസ്ക്രീൻ അല്ലെങ്കിൽ എയ്തർ മോയ്സ്ചറൈസർ തേച്ചിട്ട് മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്യാറുള്ളൂ. ഏതൊരു സൺസ്ക്രീൻ തേച്ചിട്ട് മാത്രമേ ഞാനിത് അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഇത് എനിക്ക് തോന്നിയത് ലൈക്ക് നമ്മുടെ മുഖം കുറച്ച് ഓയിലി ആണെങ്കിൽ ഇതിങ്ങനെ കുറച്ചിങ്ങനെ തിളങ്ങണ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ ഇതിനകത്ത് ക്യാമറയിൽ. അപ്പോൾ ഇത് എന്താ പറയാ, നിങ്ങൾ ഇട്ടിട്ട് പുറത്തേക്ക് പോവുകയാണ്, അപ്പൊ ഒരുപാട് പൊടിയുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ നിങ്ങൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ബസ്സിലൊക്കെ പോണ സമയത്ത് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഇത് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് ഇതൊരു ഓയിലി ടെക്സ്ചറാണ്. എന്താ പറയാ, കുറച്ച് ഒരു എൻ്റെ കയ്യിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, കണ്ട ഇതുപോലത്തെ ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ഇപ്പൊ ഓയിലി സ്കിന്നുള്ളവർക്ക് ഓൾറെഡി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നാണ്. അപ്പൊ ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്ലേസിനെസ് ഉണ്ടാവും മുഖത്ത്. അപ്പൊ ഇത് കാരണം നമ്മുടെ മുഖത്തേക്ക് ഡേർട്ട് അല്ലെങ്കിൽ പൊടി അബ്സോർബ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിങ്ങൾ ഇത് യൂസ് ചെയ്താലും ലൈക്ക് കുറച്ച് നല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ അധികം പൊടിയൊന്നും അടിക്കാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇടാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇനി അഥവാ പൊടിയുള്ള സ്ഥലത്ത് ഇട്ടാൽ തന്നെ തിരിച്ചു വന്നതിന് ശേഷം നല്ല രീതിയിൽ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് മുഖം വാഷ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് നമ്മുടെ പോർസിനെയൊക്കെ ക്ലോഗ് ചെയ്തിട്ട് പിമ്പിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഒബ്വിയസ്ലി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ക്ലെൻസ് ചെയ്യുക. ആൻഡ് യെസ്, ഞാൻ അതാ സജസ്റ്റ് ചെയ്യുക. കാരണം ഞാനിത് എപ്പോൾ യൂസ് ചെയ്യാതാലും ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് ഞാനിത് എടുത്ത് കളയാറാണ് പതിവ്. ബിക്കോസ് ഇതിന് ഓൾറെഡി ഒരു ടിൻഡ് കൊണ്ട് ഒരു ചെറിയൊരു ഓയിലിനെസ്സും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ്. സോ ഞാൻ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് തുടയ്ക്കാറാണ് പതിവ്. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല ഈ റേഞ്ചിൽ വരുന്നത്, എനിക്കൊന്ന് ലൈറ്റ് റെഡ് കളർ പോലത്തെ ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞാനത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ റെനേഡ ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും, നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ കയ്യിലുള്ള ലിപ് ബാമിന്റെ റിവ്യൂ മാത്രം അല്ലെങ്കിൽ ലിപ്റ്റിന്റെ റിവ്യൂ മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. സോ യെസ്, എനിക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടും അത്യാവശ്യം എന്റെ സ്കിന്നിന് മാച്ച് ആയതും ഒക്കെ തോന്നിയത് ഇതാണ്. യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയ വീഡിയോ ആണ്, ഭയങ്കര ചെറിയ വീഡിയോ ആണ് അല്ലേ? അപ്പൊ ശരി, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും.